ഹായ് ഐ എം ഡോക്ടർ സഫ ഷലഹൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ഫേസ് സെറം യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇപ്പോഴും സെറംസ് എന്താണെന്നോ അല്ലെങ്കിൽ സെറംസ് നമ്മുടെ മേക്കപ്പ് റൊട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നിൽക്കുന്ന കുറേ പേരുണ്ട്. ഏത് സെറം കറക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്താണ് ഫേസ് സെറം എന്ന് നോക്കാം. സെറം എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അതായത് വാട്ടർ പോലത്തെ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ട് സ്കിന്നിന് ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ്, അതാണ് സെറം. ഫേസിൽ നമ്മൾ ക്രീംസും ലോഷൻസും ഒക്കെ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരു പുറത്തുള്ള ഒരു എഫക്റ്റ് മാത്രമേ തരുള്ളായിരുന്നെങ്കിൽ സെറം ആണെങ്കിൽ ഡീപ്പായിട്ട് പോയി നമുക്ക് സ്കിന്നിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രീമോ ലോഷനോ ഇടുന്നതിനെക്കാട്ടിലും വളരെ എഫക്റ്റീവാണ് സെറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സെറംസ്, നമ്മുടെ സ്കിന്നിന് ഏതൊക്കെ ടൈപ്പാണ് വേണ്ടതെന്ന് നോക്കാം. മെയിൻലി നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സെറംസ് അവൈലബിൾ ആണ്. ആയിട്ടുള്ള സെറംസ് ഇതൊക്കെയാണ്: ഹൈഡ്രേറ്റിംഗ് സെറം, ബ്രൈറ്റനിങ് സെറം, ആക്നെ കൺട്രോളിംഗ് സെറം ഉണ്ട്, ഓയിൽ കൺട്രോളിംഗ് ഉണ്ട്, അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഏജ്, ആൻറ്റി ഏജിങ് സെറംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറംസ് ഇന്ന് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ഏത് സെറം ചൂസ് ചെയ്താലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള സെറം മാത്രം യൂസ് ചെയ്യുക. ആൻഡ് അത് നല്ലൊരു ബ്രാൻഡിൽ നിന്ന് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാതെ മാക്സിമം അതിനെ പറ്റിയിട്ട് നല്ലോണം റിവ്യൂ ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ സെറം എല്ലാവർക്കും സ്യൂട്ട് ആവണം എന്നില്ല. ചില സെറംസ് ചിലർക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക. സെറത്തിലും അതുപോലെ ചെയ്യുക. സെറത്തിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ഉള്ളത് ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ്, റെറ്റിനോൾ, വൈറ്റമിൻ സി, ഫൗജിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ AHA, BHA, PHA, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സ് ആൻഡ് പോളി ഹൈഡ്രോക്സി ആസിഡ്സ് ആണ്. ഇതെല്ലാം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഹൈലൂറോണിക് ആസിഡ്. ഹൈലൂറോണിക് ആസിഡ് എപ്പോഴും സ്കിന്നിനൊരു ഹൈഡ്രേഷൻ കൊടുക്കാനാണ്. അതായത് നമ്മുടെ സ്കിന്നിന് ഒരു പ്ലംബി ബൗൺസി എഫക്റ്റ്, അതായത് നല്ല സോഫ്റ്റ് സപ്പിൾ ആയിട്ടുള്ള സ്കിൻ, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്, കാണാനും നല്ല ഹൈഡ്രേറ്റഡ്, ഒരു മോയ്സ്ചർ ഉള്ള പോലത്തെ ഒരു ഫീൽ കിട്ടുന്ന, അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്കിൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹൈലൂറോണിക് ആസിഡ് നിങ്ങളുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ നിയാസിനമൈഡ് ആണ്. നിയാസിനമൈഡ് കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. സ്കിന്നിൽ എന്തെങ്കിലും സ്പോട്സ്, ആക്നെ വന്ന മാർക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പോട്സ് ഉണ്ടെങ്കിൽ സ്കിൻ ഒന്ന് ക്ലിയർ ആവാനും അതോടൊപ്പം ചെറിയ രീതിയിൽ ഹൈഡ്രേഷനും ബ്രൈറ്റനിങ് എഫക്റ്റും നിയാസിനമൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് വൈറ്റമിൻ സി ആണ്. ബ്രൈറ്റനിങ്ങിൻ്റെ മെയിൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വൈറ്റമിൻ സി. അതുപോലെ ഏജിങ് ഉള്ള ആൾക്കാർക്ക് വൈറ്റമിൻ സി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും അതുപോലെ സ്കിൻ ക്ലിയർ ആവാനും, അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഒരുപാട് ഇങ്ങനെ സ്കിൻ അവിടെ ഇവിടെ നമുക്ക് ഡിസ്കളറേഷൻ, ഡാർക്കായിട്ടിരിക്കുക അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് വൈറ്റമിൻ സി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിൽ മാർക്സ് എന്തെങ്കിലും പോകാതെ ഉണ്ടെങ്കിൽ നമുക്കത് വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ അതും ഫേഡ് ആവുന്നത് കാണാം. ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ടാനിങ് ഒക്കെ ഉണ്ടായാലും നമുക്ക് വൈറ്റമിൻ സി ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് റെറ്റിനോൾ ആണ്. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ഏജ്, നമ്മളെപ്പോഴും പറയുന്നത് 30+ ആണ് അല്ലേ. അപ്പോൾ റെറ്റിനോൾ എപ്പോഴും ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സെറമാണ്. അത് നമ്മുടെ ഫേസിൽ റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നമുക്ക് റെറ്റിനോൾ നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാം. അത് നമ്മുടെ സ്കിൻ സെൽസിൻ്റെ ടേൺ ഓവർ സ്പീഡപ്പ് ആക്കും. അതായത് ഡെഡ് സെൽസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറിയിട്ട് പുതിയ സെൽസ് ഫോം ചെയ്യാനായിട്ട് റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം ഈ ഒരു സ്കിൻ ഏജിങ്ങിന് ഒരു പരിധിവരെ വൈറ്റമിൻ സിയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങളൊരു 30+ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയറിൽ റെറ്റിനോൾ ആയിരിക്കണം മെയിൻ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സി കൂടെ ചൂസ് ചെയ്യാം. നിങ്ങൾ 30 മുന്നേ ആണ് നിങ്ങളുടെ ഏജ് എങ്കിൽ നിങ്ങൾ കൂടുതൽ വൈറ്റമിൻ സി ഫോക്കസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് AHA, BHA, PHA ഒക്കെ. ഇതിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടി നല്ലതാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം എക്സ്ഫോളിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഡെഡ് സെൽസ് അടിഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ സ്കിന്നിൽ. പണ്ട് നമ്മൾ ചെയ്യുന്ന കൂടുതലും സ്ക്രബിങ് ആയിരുന്നു അല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ DIYs ചെയ്യുന്നു, ഷുഗറൊക്കെ വെച്ചിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യുമായിരുന്നു. സ്ക്രബ് ചെയ്യുന്നത് സ്കിന്നിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് AHA, BHA, PHA പോലുള്ള എക്സ്ഫോളിയേറ്റിംഗ് സെറംസ്. അത് നമ്മൾ ഒരു 2 വീക്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ മന്തിൽ ഒരു 3 to 4 ടൈംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു പീലിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ചെറിയ പെർസെൻറ്റേജിൽ, ഏറ്റവും ചെറിയ കോൺസെൻട്രേഷനിൽ മാത്രം ചെയ്യുക. ഇത് യൂസ് ചെയ്യുമ്പോൾ കെമിക്കൽ എക്സ്ഫോളിയേഷനാണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാനും
ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ സ്കിൻ സെൽസ് പുതിയതായിട്ട് ഫോം ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് കോജിക് ആസിഡാണ്. ഇപ്പോൾ കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കോജിക് ആസിഡിൻ്റെ സെറം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്പോട്സ് ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഏജ് സ്പോട്സ്, അതായത് പ്രായം കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓരോ സ്പോട്സ് ഫ്രെക്കിൾസ് ഒക്കെ വരുമ്പോൾ നമുക്കത് കോജിക് ആസിഡ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏത് സ്കിൻ ടൈപ്പിന് ഏത് സെറംസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. മെയിൻലി നമുക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നിങ്ങൾ സെറംസ് ചൂസ് ചെയ്യാൻ. അതിൽ നോർമൽ സ്കിന്നാണ് നമുക്കൊരു ഹൈഡ്രേഷൻ എഫക്റ്റിൽ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് നിയാസിനമൈഡും ഹൈലറോണിക് ആസിഡ്, ലാക്റ്റിക് ആസിഡുള്ള സെറംസ് നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഓയിലി സ്കിൻ, അതായത് നമുക്ക് ഓയിലി സ്കിൻ ആകുമ്പോൾ ഫേസിലൊക്കെ ഭയങ്കര ഓയിലി ആയിരിക്കും. അത് കാരണം നല്ല പിമ്പിൾസ് ഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും ഫേസിൽ പിമ്പിൾസ് ആയിരിക്കും അവർക്ക്. അതുപോലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഫേസിൽ ഒരുപാടായിട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് മസ്റ്റായിട്ട് നിങ്ങൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഫേസ് വാഷ് അവൈലബിൾ ആണ്. അതുപോലെ സെറം ആയിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ്. സെറം യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ വീണ്ടും ഹൈഡ്രേഷൻ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഹൈലറോണിക് ആസിഡ്, നിയാസിനമൈഡ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഏജിങ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സിയും അതുപോലെ റെറ്റിനോളും ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറലായിട്ട് മാർക്കറ്റിൽ ഒരുപാട് കേൾക്കുന്ന കുറച്ച് സെറംസ്. അപ്പോൾ അതിൻ്റെ മെയിൻ കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഒരു സെറം അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കിൻ ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടവൽ വെച്ചിട്ട് തുടയ്ക്കുക, ഒന്ന് ഡ്രൈ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ സെറം ഏതാണോ നമ്മൾ എടുക്കുന്നത് അത് ജസ്റ്റ് 1, 2, 3 ഫേസിൽ 3 സ്പോട്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സെറം എന്ത് ചെയ്യുക, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. സെറം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഡാബ് ചെയ്യുക അല്ലെങ്കിൽ പാറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തട്ടി നമ്മുടെ സ്കിന്നിൽ അത് പെനിട്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. സോ അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് അതൊന്ന് അബ്സോർബ് ചെയ്യുന്ന വരെ ആ ഒരു പ്രോസസ്സ് ചെയ്യാം. ഇനി അബ്സോർബ് ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഫോളോ അപ്പ് ആയിട്ട് നമ്മുടെ ഒരു നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് അതിനെ ലോക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്ന സെറം അവിടെ ലോക്കായിട്ടിരിക്കുള്ളൂ. സെറംസ് നമ്മുടെ സ്കിൻ കെയറിൽ കൊണ്ടുവന്നാൽ നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. എന്നാലും കൂടുതലും സൺസ്ക്രീനിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സെറം സ്റ്റാർട്ട് ചെയ്യരുത്. ആദ്യം സൺസ്ക്രീൻ മസ്റ്റാക്കിയിട്ട് നമ്മൾ ആ ഒരു റൊട്ടീൻ കൊണ്ടുവരിക. എന്നിട്ട് മാത്രം സെറം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സെറം അപ്ലൈ ചെയ്താൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. കാരണം നമ്മുടെ സ്കിൻ അത്രയും ട്രീറ്റ്മെൻറ്റിലാണ് അല്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പോയിട്ട് വെയിലത്ത് നിൽക്കുമ്പോൾ അതിന് കുറച്ച് ബാഡായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും പിന്നെ ഉണ്ടാകുന്നത്. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടുക. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ SPF നോക്കുക. 50 SPF എങ്കിലും നിങ്ങൾ വാങ്ങുക. ഇനി സെറം യൂസ് ചെയ്യുന്ന ടൈമിംഗ് ഉണ്ട്. വൈറ്റമിൻ സി ഒക്കെ ആണെങ്കിൽ കൂടുതലും രാവിലെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ നമ്മൾ സ്കിൻ കെയർ മേക്കപ്പിന് മുന്നേ നമുക്ക് വൈറ്റമിൻ സി യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ, അത് കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ്, അങ്ങനെ ഒരു ലെയറിംഗ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ റെറ്റിനോളും അതുപോലെ നിയാസിനമൈഡൊക്കെ ആണെങ്കിൽ നിയാസിനമൈഡ് നമുക്ക് എല്ലാ ടൈമിലും ചൂസ് ചെയ്യാം. കൂടുതലും നൈറ്റ് ഇടുന്നതാണ് നല്ലത്. അതുപോലെ റെറ്റിനോളും നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സെറമാണ് നിയാസിനമൈഡ് സെറം. നിങ്ങളുടെ ഫേവറേറ്റ് സെറം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ജെനുവിൻലി നല്ലതായിട്ട് തോന്നിയതെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അത് കുറച്ച് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.